നല്ല വില എന്നല്ലേ നമ്മളൊരു സാധനത്തിന് പറയാ. നല്ല ക്വാളിറ്റി ഉള്ള സാധനത്തിന് നമ്മൾ എന്താ പറയാ, നല്ല വിലയാണെന്നാ പറയാ. മോശം വില എന്ന് പറയാറുണ്ടോ? അപ്പൊ പ്രൈസിന് വരെ എന്ത് സ്പെഷ്യാലിറ്റി ഉണ്ട്? നല്ലത് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. നല്ല സാധനത്തിന് നല്ല വില കൊടുക്കണം. നല്ല വില കൊടുക്കണമെങ്കിലേ നല്ല സാധനം കിട്ടുള്ളൂ. ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടണം. നല്ല സാധനം കൊടുത്തിട്ട് നല്ല പൈസ വാങ്ങുക. ഞാൻ ബിഎഡിന് ക്ലാസ് എടുക്കുന്നുണ്ട് വൈകുന്നേരം, നല്ല ഫീസ് വാങ്ങുന്നുണ്ട്. ബാക്കിയുള്ളവരുടെക്കാളും കൂടുതൽ 17 കുട്ടികളേ ഉള്ളൂ. 17 കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരു സെമസ്റ്ററിന് ഇത്ര % ഫീസ് ബാക്കിയുള്ള അക്കാഡമിയിൽ നിന്ന്. എനിക്ക് തോന്നുന്നു മലപ്പുറത്തെ എല്ലാ അക്കാഡമിയിൽ നിന്നും കൂടുതൽ ഫീസ് എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. കുട്ടികൾ കുറച്ചേ ഉള്ളൂ. അവർക്ക് 100ന്റെ മുകളിലുണ്ടെങ്കിൽ എനിക്ക് 15ന്റെ മുകളിലേ ഉള്ളൂ. പക്ഷേ നല്ല ഫീസ് വാങ്ങാം. കഴിച്ചോ കുഴപ്പമില്ല. അതാണ് ആ കുട്ടി. നല്ല സാധനം കൊടുത്തിട്ട് നല്ല പൈസ വാങ്ങണേലും വല്ല പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. നല്ല സാധനം കൊടുത്തിട്ടായിരിക്കണം നല്ല പൈസ വാങ്ങേണ്ടത്. നിങ്ങളെ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ നിങ്ങളുടെ കോമ്പിറ്റൻസി പവർ എപ്പോഴും നിങ്ങളോടായിരിക്കണം. ഇനി നിങ്ങളൊരു ബ്രാൻഡ് തുടങ്ങുമ്പോഴേ അതിനെ എല്ലാവരും വിളിക്കുന്ന പേരായിരിക്കണം മൊണോപ്പൊളി എന്ന് വിളിക്കണം. നിങ്ങളായിരിക്കണം മാർക്കറ്റിലെ കൺട്രോളർ. ബാക്കിയുള്ള സംരംഭങ്ങള് നിങ്ങളുടെ വില കൂട്ടുമ്പോ, നിങ്ങളുടെ ഫീസ് കൂട്ടുമ്പോ ബാക്കിയുള്ള ഓണ്ടർപ്രണേഴ്സ്, ബാക്കിയുള്ള സംരംഭകര് അവരുടെ വില കുറയ്ക്കണം. നിങ്ങളുടെ വില കൂട്ടിയത് കൊണ്ട് അവരുടെ വില എന്ത് ചെയ്യണം? കുറയ്ക്കണം.